ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈദിന് തലേ ദിവസം നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന തൊട്ട് പിറ്റേ ദിവസം ഈദിൻ്റെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാട്ടോ കുറേശ്ശെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നോമ്പ് തുറക്കാൻ നേരം ഒരു 5 മണി ആ സമയത്താണ്. അതുവരേക്കും രാവിലെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. നോമ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. അപ്പം റോസുനും റൂഹിക്കും എന്തെങ്കിലുമൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ്. ചോറും കറിയൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു, ഇക്കാക്ക് നോമ്പുണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ വേഗം ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങി കുറച്ചധികം നേരം. പിന്നെ 5 മണി ആ സമയത്താണ് എണീറ്റത്. എന്നിട്ട് പിന്നെ എന്താ പറയുക, മീൻ മുറിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്ത് ഇക്ക പുറത്തുനിന്ന് പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാന്തൾ മുളകിട്ടതും മാന്തൾ ഫ്രൈയും ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇക്കാൻ്റെ ഉമ്മ ചിക്കന് കൂട്ടൂല, ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ പിന്നെ ഉമ്മാക്കും നമുക്കും കോമൺ ആയിട്ട് മീൻ കറി ആകുമ്പോഴും ഒറ്റക്കറി ഉണ്ടാക്കിയതല്ലോ. അപ്പോൾ ഉമ്മ അവിടെ തിരക്കിട്ട പണിയിലാണ്, കുറച്ച് കത്തിക്കുകയാണ്. വേസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നു. അത് പിന്നെ തൊടുവിൽ കിടന്ന് മഴയൊക്കെ പെയ്ത് പിന്നെ അത് എന്താ പറയുക ചീഞ്ഞ് നാറും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ എപ്പോഴും കത്തിക്കാറില്ല കേട്ടോ. പിന്നെ ഇനി മുളക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മുളക് കറി ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും പിന്നെയും പറയാറുണ്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 തക്കാളി ആട്ടോ. 3 നല്ല പഴുത്ത തക്കാളീനെ എടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്. 3 തക്കാളി, പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതൊന്നും വേണമെന്നില്ല. 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതിപ്പോൾ ഞാൻ നമ്മൾ മീൻ ഫ്രൈ ആക്കുന്നതിലോട്ടുള്ള മസാല ഇട്ട് ആ പ്ലേറ്റിലോട്ടാക്കിയത്. പക്ഷേ നേരത്തെ പറഞ്ഞ മസാല ഇതിലോട്ട് വേണം. തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ പുളിവെള്ളം. പുളി ഒരു ആവശ്യത്തിനുള്ള പുളി എടുക്കുക കേട്ടോ. പുളിവെള്ളം പിഴിഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞവണ്ടിയെടുക്കുക. മാക്സിമം നന്നായിട്ട് അത് നല്ലൊരു ഗ്രേവി പരുവത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമുക്കിത് എളുപ്പമുള്ള കറിയല്ലേ, അതില്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ചോറൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ചെടുക്കുകയാണ്. വേണ്ടവർക്ക് വൈകുന്നേരം ചോറ് കഴിക്കാം. പിന്നെ നോമ്പ് തുറക്കാൻ നേരത്തെ ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് പെരുന്നാളല്ലേ, എല്ലാം വേസ്റ്റ് ആവും. പിന്നെ ഇക്കാക്ക് ഇഷ്ടമാണ് ഈ പക്കുവടയും പിന്നെ തരിക്കഞ്ഞൊക്കെ. പിന്നെ റീനു ആണ് ഇപ്പം ഈ മസാല തേക്കുന്നത് കേട്ടോ. റീനുവിന് അവളെ വല്ലാണ്ട് കാണിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കാണിക്കാത്തത്. റീനുവിനെയാണ് റീനു റോസും എല്ലാവരും നന്നായിട്ട് വീട്ടിൽ സഹായിക്കാറുണ്ട്. പിന്നെ ഉമ്മക്ക് പറ്റുന്ന രീതിയിൽ ഉമ്മയും സഹായിക്കാറുണ്ട്. എല്ലാം കൂടിയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ ഹെൽപ്പിന് ഒരാളെ ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിട്ടുമായിരിക്കും. പലയിടത്തുനിന്നും അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മീൻ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല വെച്ചിട്ടുള്ള മീൻ അവിടെ ഫ്രൈ ആക്കുകയാണ്. നോമ്പ് തുറന്ന ശേഷം പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഫിനിഷാക്കി എടുക്കണം. അതിന് ശേഷം അടുക്കള ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിക്ക് പോകണം. അതായത് നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ, പെരുന്നാളിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കാണ്ടല്ലോ. അപ്പോൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ മീൻ ഫ്രൈ ആക്കി, ഒരു 2 ബാച്ചായിട്ട് ഫ്രൈ ആക്കി. മീൻ മാന്തൾ ഫ്രൈ ഭയങ്കര ഇഷ്ടം അവിടെ എല്ലാവർക്കും. പിന്നെ ഇനി വറവിട്ട് കൊടുക്കുകയാണ്. മീൻ ഞാൻ അതും കാണിക്കാൻ വിട്ടുപോയി. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി തിളച്ച പാട് അതിലോട്ട് വറവിട്ട് കൊടുത്തിട്ട് മീൻ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരമൊക്കെ ശേഷമാണ് നമ്മൾ ഇത് കഴിക്കണം കേട്ടോ. പത്തിരിയും മീൻ കറിയും മീൻ ഫ്രൈയും കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക, നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഫുഡ് കഴിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ സാധാ നോമ്പിനാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് കഴിച്ച പാടെ തന്നെ വീണ്ടും പണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ തലേ ദിവസത്തെയാണ്. പിന്നെ ചോറുണ്ടാക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വിശക്കുവാണെങ്കിലോ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ഒന്നൊക്കെ ചെയ്തു. അങ്ങനെ സമയം നോക്കിയപ്പോഴതാ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലാറ്റിലെ ജീവിതം പോലെയല്ല നമ്മളൊരു വീടാകുമ്പോൾ ഒതുക്കി പെറുക്കി വെക്കലും എല്ലാം ഒന്ന് ക്ലീനാക്കി വരുമ്പോഴേക്കും അത്യാവശ്യം സമയമാവും. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുണ്ട് ഡെസേർട്ടിനായിട്ടുള്ളത്. ഗസ്റ്റുകളൊക്കെ വരും അന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതുണ്ടാക്കാനുണ്ട്. പിന്നെ മട്ടൻ വേവിച്ച് വെക്കാനുണ്ട്. മട്ടൻ വൈറ്റ് കുറുമയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ, നെയ്ച്ചോറും.
അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ രാവിലെ ചെയ്താൽ മതി. ചിക്കനൊന്നും മസാല തേച്ച് വെക്കുന്നില്ല. പക്ഷേ മട്ടൻ വേവിച്ചേക്കണം, കാരണം രാവിലെ നമ്മൾ ഈദ്ഗാഹിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം ലേറ്റ് ആവും. അപ്പോൾ ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ ഉള്ള പ്രിപ്പറേഷനിലാണ്. നമ്മളിതാ ഈ ഒരു ഗുഡ് ലൈഫിൻ്റെ ഈ ഒരു 2 പാക്കാണ് പാൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാ നോർമൽ പാലും മിൽമ പാക്കറ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലതാണ് നമ്മളിങ്ങനത്തെ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ പാല് 2 പാക്ക്, 2 ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 1 പാക്ക് കസ്റ്റർഡ് പൗഡർ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്സ്. പിന്നെ ഭയങ്കര തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് സലാഡ് കുറച്ച് ലൂസിലാണ് കുറച്ചുകൂടെ രസം. നല്ല തിക്കിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. 2 പാക്കറ്റ് എടുക്കാം. 2 പാക്കറ്റ് പാലോട്ട് 2 പാക്കറ്റ് കസ്റ്റർഡ് പൗഡർ. ഞാൻ 1 പാക്കറ്റ് എടുത്തിട്ടുള്ളൂ, അത് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പാലവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം, മട്ടൻ വൈറ്റ് കുറുമയിലോട്ട്. അപ്പം ഞാൻ ഫ്ലെയിം അറിയാണ്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിലോട്ട്. പിന്നെ കുക്കറിൻ്റെ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ മട്ടൻ 1 കിലോ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കുറുമയിലോട്ട് നന്നായിട്ട് വേവും വേണം, ചെറിയ പീസാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അതിലോട്ട് മട്ടനും പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട 1-2 പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1-2 കുഴച്ചെടുക്കുക. അതിലോട്ട് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മട്ടൻ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിപ്പം നമ്മളൊരു രാത്രി 1 മണി ആ സമയത്തൊക്കെ അത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മട്ടൻ വേവിച്ചിട്ട് രാവിലെ വരെ പുറത്ത് വെക്കും. പിന്നെ രാവിലെ ഞാൻ ചൂട് ആറിയ ശേഷം രാവിലെ ഫ്രിഡ്ജിലോട്ടാക്കി. പിന്നെ നമ്മൾ ഈദ്ഗാഹിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് മട്ടൻ കുറുമ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് കണ്ടോ, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. നെസ്റ്റേഷ്യ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അതിൽ ഇക്ക ഫ്രൂട്ട്സ് സലാഡിലോട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. ഫസ്റ്റായിട്ടാണ് ഇക്ക അങ്ങനെ പറയുന്നത് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരുന്നത്. കാരണം ഞാനും ഉമ്മയും കൂടി അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് തിരിയാണ്. അതും 12 മണിക്ക് ശേഷം 1 മണിയായി, 1:30 ആയി, അപ്പോഴും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാണ്ട്. ഇക്ക ഹെൽപ്പ് ചെയ്തു. ഇക്കാക്ക് വല്ലാണ്ട് ഉറക്കം ഒഴിക്കാൻ പറ്റില്ല. രാവിലെ നമ്മൾ 6:45 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൊക്കെ നീറ്റാലേ നമുക്കത് കാര്യം സെറ്റാവുള്ളൂ. 5 മണിക്ക് റെഡി ആവാൻ തുടങ്ങിയാൽ പിന്നെ സുബഹി നിസ്കരിക്കാനുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നീക്കണം. അപ്പോൾ പാൽ തിളപ്പിച്ചിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര മതി കേട്ടോ. പിന്നെ ഇവിടെ കസ്റ്റർഡ് പൗഡർ ഒരു പാക്കറ്റിലാണ് വരുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ ഒരു ടിന്നിലാണ് വരിക. അപ്പോൾ ഇവിടെ കസ്റ്റർഡ് പൗഡർ ഒരു പാക്ക് എടുത്തിട്ടുള്ളത്. ആ പാക്കിൽ എത്ര മെഷർമെൻറ്റ്സ് ഞാൻ നോക്കിയില്ല. അതിൻ്റെ പേര് മാസ്റ്റർ ഷെഫ് എന്ന് അങ്ങനെ തോന്നുന്നു കേട്ടോ. നല്ല കസ്റ്റർഡ് പൗഡർ കേട്ടോ. ഭയങ്കര യെല്ലോയിഷ് കളറൊന്നുമല്ല, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. ഒരുപാട് കുത്തുന്ന ഫ്ലേവറും അല്ല. പിന്നെ അതിൽ ആവശ്യത്തിലുള്ള കണ്ടൻസ് മിൽക്ക് ഞാൻ ഒരു ടിന്ന് എടുത്തിട്ടുള്ളൂ നെസ്ലയുടെ. ഒരുപാട് എടുത്തിട്ടില്ല. കൂടുതൽ കണ്ടൻസ് മിൽക്ക് ആയാലും ഭയങ്കര ഒരു മടുപ്പാവും. ഇത് നല്ല പാക മെഷർമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഭയങ്കര കട്ടിപ്പിലാവുമ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടെ കുറുകി വരും. ആ കട്ടിപ്പിലാവുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിന്നാക്കിയെന്നാണ്, തിന്നല്ല ഭയങ്കര ഒരു മീഡിയം തിക്നെസ്സിലാക്കുന്നതാണ് നല്ലത്. പിന്നെ ആപ്പിൾ, ബനാന, പിന്നെ ഗ്രേപ്സ്, പിന്നെ പോംഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുളിയുള്ള ഐറ്റംസൊക്കെ അല്ലേ, അത് നമ്മൾ രാവിലെ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പം കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. കസ്റ്റർഡ് ഇങ്ങോട്ടൊന്ന് ചൂടാറിയ ശേഷം ഒരു മീഡിയം ചൂടിലാണ് ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പം നമ്മൾ കഴിക്കാൻ നേരം നല്ല ടേസ്റ്റ് ആവും. പെട്ടെന്ന് ഇടുന്നേക്കാൾ നല്ലത് ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുളിയുള്ള ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ പോംഗ്രാനൈറ്റ്, പിന്നെ അങ്ങനെ പുളിയുള്ള സ്ട്രോബെറി ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ ലാസ്റ്റ് സെർവ് ചെയ്യാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ പാടില്ല, ഇട്ട് വെക്കാൻ പാടില്ല. പുളിപ്പ് ഇതും കൂടി മാച്ച് ആവില്ല, മീൻസ് ഇട്ട് വെക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്താൽ കുഴപ്പമില്ലാത്ത ഫ്രൂട്ട്സാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് നട്ട്സൊക്കെ ഇതിലിട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. വേണ്ടവർക്ക് ഇടാം. ചിലർ ഡേറ്റ്സും നട്ട്സൊക്കെ ഇടും. പക്ഷേ ഫ്രൂട്ട് സലാഡിൽ എപ്പോഴും ഫ്രൂട്ട്സ് മാത്രമാണ് ടേസ്റ്റ്. അപ്പം കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരി പിന്നെ വല്ലാണ്ട് പ്രശ്നമില്ല, അങ്ങനെ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പം അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു ക്ലീനിങ്ങിൻ്റെ പട തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് നമ്മൾ പുതിയ വീട്ടിലായതിന് ശേഷം ക്ലീനിങ് തന്നെ. കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു വേറൊരു മാഡ്നസ് വരുന്നുണ്ടോ എന്ന് സംശയം. നേരെ വൃത്തിയാക്കി കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് വൃത്തിയാക്കി വരുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ആട് പോവും. പിന്നെ ഇതന്നെ പണി. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയായി. പിന്നെ കിടന്ന് ഒരു മണിക്കൂർ എങ്ങാനും കിടന്നിട്ടുള്ളൂ മര്യാദക്ക്. അപ്പോഴേക്കും എണീറ്റു. അങ്ങനെ അപ്പം എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലായി. ഇനിയിപ്പോൾ രാവിലത്തെ ഒരു പടമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഭാഗ്യത്തിന് ഇക്ക ബണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബണ്ണും ചായയാണ് രാവിലെ കുടിച്ചത്. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വയ്യാണ്ടായിപ്പോയി. ഈ പെരുന്നാളെന്ന് പറയുമ്പോഴേ
ഭക്ഷണം ഉണ്ടാക്കലൊരു പണിയായിട്ടുണ്ട്. ഞാൻ എന്തോ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് നമ്മളെ വീട്ടുകാർക്ക് പണി തന്നെയാണ്. അപ്പം ശരിക്കും പെരുന്നാളിനൊക്കെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എല്ലാവരും ഒരേപോലെ ഉണ്ട് എൻജോയ് ചെയ്യട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിലെ ലേഡീസൊക്കെ ഒതുങ്ങി കൂടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഞാൻ എൻ്റെ കേസല്ല കേട്ടോ പറഞ്ഞത്, എല്ലാവരും കേസാണ്. എനിക്ക് പിന്നെ എല്ലാവരും സഹായിക്കാനുണ്ട്, പക്ഷേ ചിലർക്കൊന്നും സഹായിക്കാനില്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ കിടന്നിട്ട് പെരുന്നാളായിട്ടും കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാ എല്ലാവരും കൂടി ഈദ്ഗാഹിന് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാത്തുമാരെ വീട്ടിലോട്ട് പോയി, ഇക്കാൻ്റെ എളാപ്പൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇക്കാൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയത് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ പോയത്. എൻ്റെ ഡ്രസ്സ് മര്യാദക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഒരു മര്യാദക്ക് വീഡിയോയും കൂടി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഡ്രസ്സിൻ്റെ. ഇത് എനിക്ക് ആമീസ് അബായയിൽ ആമി അയച്ചു തന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അബായയാണ്, നല്ല കംഫർട്ടബിളാണ്, നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ്, നല്ല അടിപൊളി തുണിയാണ്. അകത്തൊരു ഇന്നറുണ്ട്, പുറത്തൊരു കോട്ട് പോലെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴും നാത്തൂനെ വീട്ടിൽ വന്നപ്പോഴും അവിടെയും ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതും കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഇലട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലട, പക്ഷേ ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഉണ്ടാക്കാറില്ല, കാരണം എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇലട കഴിച്ചു. റൂഹിൻ്റെ ഒന്നും ഡ്രസ്സ് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആരും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞെങ്കിൽ എല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു. ശരിക്കും നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും റിലാക്സ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും അങ്ങനെ എൻജോയ്മെൻറ്റ് മൂഡിലായിരിക്കണം അല്ലേ, എല്ലാവരും ഒരേപോലെ. ഇത് നമുക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കലും ക്ലീനാക്കലും അടുക്കള ക്ലീനാക്കലും, ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ക്ലീനിങ്ങും വേണ്ടേ. അങ്ങനെ പിന്നെ ഇളയ നാത്തൂൻ്റെ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ മൂത്ത നാത്തൂൻ്റെ വീട്ടിലും പോയി. അവിടുന്ന് അവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലോട്ട് മുളകച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം കുറച്ച് അച്ചാറും തന്നു. അങ്ങനെ ഞങ്ങൾ അതും കൊണ്ട് വീട്ടിലെത്തി. ഇനി ഫുഡ് പ്രിപ്പറേഷനാണ് കേട്ടോ. അവരെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. നെയ്ച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ എൻ്റെ അബായൻ്റെ അകത്തുള്ള ആ ഒരു ഇന്നറാട്ടത്, ഹാഫ് സ്ലീവിൻ്റെ ഇന്നറാണ്. അതിൻ്റെ മേലെയാണ് ആ കോട്ട് ഉണ്ടായിരുന്നത്, ആ ഗ്രീൻ കോട്ട്. അപ്പോൾ ഞാൻ ആ ഇന്നറാണ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അത് അഴിച്ചിടാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, കാരണം വന്ന പാടന്നെ ഫുഡ് ഉണ്ടാക്കലും. എനിക്ക് ഉറക്കം വന്നിട്ടാണെങ്കിൽ അതിനേക്കാൾ 3 മണിക്കല്ലേ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞത്. രാവിലെ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ രാത്രി. എന്നിട്ട് ഞാൻ ആ ദിവസം മുഴുവൻ എണീറ്റ് കിടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ലേഡീസ് ശരിക്കും ഫുൾ ടൈം എല്ലാ ദിവസവും അടുക്കളപ്പണി തന്നെയല്ലേ. അപ്പം ഒരു ദിവസമെങ്കിലും അവർക്ക് റെസ്റ്റ് കൊടുക്കണം, പ്രത്യേകിച്ച് പെരുന്നാൾക്ക്. അത് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്, എനിക്ക് തോന്നുന്നത് അതാണ്. ഇനിയിപ്പോൾ ഞാനങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ തല്ലുണ്ടാക്കണം കേട്ടോ വീട്ടിൽ പോയിട്ട്. അപ്പോൾ നമ്മളെ ആട് കുറുമേൻ്റെത് പറയാൻ വിട്ടുപോയി. ഇതിൽ ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ തിരക്ക് കാരണം കേട്ടോ. അപ്പം അത് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യേണ്ടത്. വൈറ്റ് കുറുമ ഞാൻ മുമ്പ് എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്, മട്ടൻ വൈറ്റ് കുറുമയുടെ കേട്ടോ. അതിൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി അതിലോട്ട് ഈ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ കാഷ്യൂനട്ട് അരച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തിലോട്ടാണ് നെയ്യിട്ട് കൊടുക്കുക, നെയ്ച്ചോറിലോട്ട്. വെളിച്ചെണ്ണയിലാണ് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുക കേട്ടോ. വെള്ളത്തിലോട്ട് നെയ്യിട്ട് കൊടുക്കുമ്പോഴൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ പശ പോലെ ഒട്ടിക്കെടുക്കില്ല, എന്നാൽ അരിയിലൊക്കെ നല്ല ഒരു ചോറ് ഉണ്ടാകുമ്പോഴേ നല്ല നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഓക്കെ, കണ്ടോ അടുക്കള വീണ്ടും മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ അത് വീണ്ടും ശരിയാക്കാൻ, എനിക്കിങ്ങനെ എന്തോ അത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം അതെന്താണെന്നറിയില്ല, ഇപ്പം വീടായ ശേഷം തുടങ്ങിയതാണ്. ഫ്ലാറ്റിലൊക്കെ പിന്നെ നമ്മളങ്ങനെ ഇട്ട് അങ്ങനെ ശീലമാവും. ഇവിടെ എനിക്ക് അപ്പം വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തൊരു ഇടങ്ങേറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ കളറ് മാറും. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. കുറച്ച് സീക്രട്സ് ഉണ്ട് ഇതിൽ, ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണ കല്യാണ വീട്ടിലല്ല, പ്രത്യേകിച്ച് മുടിയൽസിനൊക്കെ പോയിട്ടുണ്ടാവുന്ന ആ വൈറ്റ് കുറുമല്ലേ അത്. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് ഒരു ദിവസം ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടി ഇപ്പോൾ ഇതിലേക്ക് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ വലിയ പെരുന്നാൾക്ക് വലിയ പപ്പടം എന്നൊരു ചൊല്ലുണ്ട്, വെറുതെ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇക്ക കൊണ്ടുവന്നത് വലിയ പപ്പടമാണ് കേട്ടോ. റൂഹീനത് കണ്ടിട്ട് എനിക്ക് വലിയ പപ്പടം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചെറിയ പെരുന്നാൾക്ക് ചെറിയ പപ്പടവും വലിയ പെരുന്നാൾക്ക് വലിയ പപ്പടവും, അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. അപ്പം പപ്പടം ഇല്ലാണ്ട് എന്ത് പെരുന്നാളല്ലേ.
അപ്പോൾ പപ്പടം പൊരിക്കുകയാണ്. ഇനി അതിന് ശേഷം അതിൽ തന്നെ ഇട്ടിട്ട് ചിക്കനും ഫ്രൈ ആക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ എല്ലാവരും കിടന്നുറങ്ങുക കേട്ടോ ഇവിടെ. കാരണം രാവിലെ എണീറ്റില്ല, അപ്പോൾ എല്ലാവർക്കും ഉറക്കത്തിൻ്റെ ഇതിലാണ്. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ റീനു വന്നിട്ട് പാത്രമൊക്കെ കഴുകി തരുന്നുണ്ട്. പിന്നെ ഇക്കാക്കിനി അറവുണ്ടല്ലോ, അപ്പം ഉച്ചയ്ക്ക് ശേഷം അറവ്, അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകണം. അങ്ങനെ അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെന്താ, ഈ ചിക്കൻ്റെ മസാല നല്ലൊരു രസമുള്ളൊരു മസാല കേട്ടോ. അത് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. ഞാനപ്പം വീഡിയോ എടുക്കുമ്പം അങ്ങനെ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഓരോന്ന് റെസിപ്പി എടുക്കുമ്പോഴേ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ പിന്നെ നമുക്ക് നമ്മൾ ഉറങ്ങാഞ്ഞാലൊരു ബാലൻസ് തെറ്റില്ലേ, നമ്മൾ പറയണ ഒന്ന് ചെയ്യണ ഒന്ന്, അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ കേട്ടോ. പിന്നെ എങ്ങനെയോ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കെങ്കിലും ചെയ്താൽ എനിക്കൊരു ഗുണം ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാനെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ വീഡിയോ കൂടെ എടുത്തില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ പെരുന്നാളായിട്ട് എന്താ ഇങ്ങനെ ഫുൾ അടുക്കളയിലാണല്ലോ എന്നൊരു ടെൻഷൻ ആവൂലേ, സത്യം എനിക്ക് തോന്നി. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം ടേബിളിന്മേൽ സെറ്റാക്കി. പിന്നെ വീടൊന്ന് റെഡിയാക്കാണ്ടായിരുന്നു, അടിച്ചുവാരിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ റൂമിലും മാറ്റ് പുതിയത് ഉണ്ടായിരുന്നു, നെസ്റ്റേഷ്യൻ്റെ മാറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാത്തിലും വെക്കുകയാണ്. റീൻ്റെയും റോസിൻ്റെയും ഉമ്മാൻ്റെ റൂമിലായിട്ട് വെക്കുന്നത്. ഇവിടെ കുറേ സാധനങ്ങൾ വന്നതുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. പിന്നെ അൺബോക്സ് ചെയ്യാനുള്ള വേറെ സാധനങ്ങളുണ്ട് കേട്ടോ, അതൊക്കെയാണ് അവിടെ സൈഡിൽ കിടക്കുന്നത്. ഇത് റോസിൻ്റെ റൂമിലോട്ടും മറ്റേത് റീൻ്റെ റൂമിലോട്ടും കേട്ടോ. അങ്ങനെ അതിനി കൊണ്ടുപോയി വെക്കണം. റോസിൻ്റെ റൂമിൽ നോക്കിയപ്പോൾ റോസ് ഫുള്ള് ഇപ്പോൾ മേലെ തന്നെ ഇരിക്കലാണ്. പിന്നെ ഞാൻ എഴുന്നേരം വിളിക്കൂലല്ലോ, വിളിക്കുമ്പോൾ മേലെ വിളിച്ചാലും വിളി കേൾക്കില്ല. അപ്പോൾ പറയാമല്ലോ മേലെ ഇരുന്ന് കേൾക്കുന്നില്ല എന്ന്. എല്ലാവരും ഭയങ്കര തരികിട കേട്ടോ ഇവിടെ, മക്കളൊക്കെ. എന്നെ പേടിയാണ്, ഞാൻ വന്നില്ലെങ്കിൽ വഴക്ക് പറയും, പക്ഷേ അവർ കേൾക്കാണ്ടിരിക്കാനുള്ള ഐഡിയാസ് നോക്കും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറുള്ളത്. അഥവാ എൻ്റെ തൊട്ടടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ പണിഷ്മെൻറ്റ്സാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് റീൻ്റെ പിന്നെ ഒരു ഗ്രീൻ തീമിലാണ് ഈ ബെഡ്റൂം മൊത്തത്തിൽ. അങ്ങനെ പിന്നെ ഇനിയിപ്പം ഇക്ക കിടന്നുറങ്ങുന്നുണ്ട്, അവിടെ റൂഹി കിടന്നുറങ്ങുന്നുണ്ട്. റൂഹിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അവളും ഇതേപോലെ തന്നെ നേരം വൈകിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഈദ്ഗാഹിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും വിളിക്കട്ടെ. എൻ്റെ അബായൻ്റെ അകത്തിരുന്ന ഇന്നറാണ് ഫുൾ, അതൊന്നും ഡ്രസ്സ് മാറ്റിയിട്ടാനുള്ള സമയമില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഒരു 1 hour ഞാനൊന്ന് കിടന്നിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ 6 hours കിടക്കുന്ന ആ സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെ റൂഹി എണീറ്റ് വന്നു. പിന്നെ റൂഹിക്ക് ഫുഡ് എടുക്കലും ഭക്ഷണം കഴിക്കലും അങ്ങനെ പരിപാടി. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത്, കാരണം എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് നീട്ടി പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ആട് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ തൊട്ടടുത്ത് ബ്രദർ അവർ അവിടെ ഉണ്ടാക്കിയ ഫുഡും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കേമായിരുന്നു ഫുഡ് കഴിക്കലൊക്കെ. ഇത് ഇക്കാൻ്റെ കൃഷിയാണ് കേട്ടോ, വെണ്ടയ്ക്ക, ചീര, മുളക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ കൃഷി നോക്കി അയവിറക്കുന്നത് കാണാം. നോട്ടം കണ്ടാൽ വിചാരിക്കും ഭയങ്കര സംഭവമായിട്ട് ചെയ്തു. പക്ഷേ അത് ഉണ്ടാവട്ടെ ഇൻഷാല്ലാ. പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കാണുമ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ വന്നിരുന്നു കുട്ടികൾക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട്. പിന്നെ ഉമ്മയും കാക്കിയും അനിയത്തിയും നാത്തൂനും എല്ലാവരും കൂടി മക്കളൊക്കെ കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉപ്പ വന്ന് കുറച്ചധികം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് കേട്ടോ. അപ്പോൾ റൂഹിയൊക്കെ കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകണില്ല, എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് കാക്ക അറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ എന്തായാലും രണ്ടും കൂടി മാച്ചിങ് ആയില്ല. അപ്പം അവരോട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അപ്പോൾ അവർ വന്നുകൊണ്ട് പിന്നെ നമ്മളൊരു പെരുന്നാളൊരു ഇതായി. മറ്റേത് എവിടേക്കും നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ പിന്നെ ഭയങ്കര ഒരു ജോലി മൂടായിരുന്നു. എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കലും ഭക്ഷണം കഴിക്കലും. അങ്ങനെ റൂഹിനൊന്നും പിന്നെ കാണാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
കുറച്ച് നേരം കുട്ടികളൊക്കെ ഭയങ്കര ബിസി ആയിട്ട് ഇവിടെ ടി വി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഒരു ബാച്ച് അപ്പുറത്ത് കളിക്കുന്നുണ്ട്, ഒരു ബാച്ച് ദാ ഇപ്പുറത്ത് കളിക്കുന്നുണ്ട്. ടി വി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ടി വിയുടെ മുമ്പിലുണ്ടാവുമായിരുന്നു അല്ലേ. അപ്പോൾ ടി വി ഇല്ലാത്തതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പണ്ടത്തെ കളിയിലോട്ട് തിരിഞ്ഞു പോയ പോലെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ഉപ്പ പൂത്തിരി പടക്കം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ റൂയിമോൾക്ക് ഭയങ്കര പേടിയാണ് പടക്കവും ഇതുപോലെ പൂത്തിരിയൊക്കെ പേടിയാണ്. അപ്പം കുറച്ച് കത്തിച്ചപ്പോൾ തന്നെ അവിടെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ പിന്നെ നിർത്താൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ പറഞ്ഞു മതി, ഇനി അവളെ കരയിപ്പിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. കുറച്ച് നേരം പൊട്ടിച്ചിട്ടുള്ളൂ. ഇവരെ ബാക്കി മക്കൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ പിന്നെ റോസിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇതായിപ്പോയി, സങ്കടമായിപ്പോയി റോയിൻ്റെ കരച്ചിലുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം നാത്തും വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ചെറിയ സിസ്റ്ററാണ്, അറിയുണ്ടാവും. അപ്പോൾ നാത്തൂനും മോളും ഹസ്ബൻഡും വന്നിരുന്നു. പിന്നെ എൻ്റെ അമ്മാവൻ്റെ മോനും ഉമ്മാൻ്റെ കസിൻ ബ്രദറിൻ്റെ മോനും അവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി പെരുന്നാളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീട്ടിലെ ഫസ്റ്റത്തെ പെരുന്നാളല്ലേ, അപ്പോൾ എല്ലാവരും വന്നിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈദ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.